മുനമ്പം വോട്ട് വഴി തന്നെയാണ് പാർലമെന്റിൽ മന്ത്രി കിരൺ റിജിജു കള്ളം പറയുകയായിരുന്നു എന്നുള്ളതാണ്. വഖഫ് നിയമ ഭേദഗതിയെ മുനമ്പവുമായി ബന്ധപ്പെടുത്തി പറയുക എന്നുള്ളത് ബി.ജെ.പിയുടെ അതിബുദ്ധിയായിരുന്നു. പാർലമെന്റിൽ തന്നെ പലതവണ ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മുനമ്പം എന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനും എത്രയോ മുൻപ് തന്നെ മുനമ്പം കേന്ദ്രീകരിച്ച് ബി.ജെ.പി അത് വോട്ട് വഴിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിന് സഭാ നേതൃത്വത്തിന് പിന്തുണ കൂടി തേടുന്നുണ്ടായിരുന്നു. സഭാ നേതൃത്വവും അത് തെറ്റിദ്ധരിച്ചു. മുനമ്പത്തെ അവിടുത്തെ പാവപ്പെട്ട ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഒരു പരിഹാരമുണ്ടാകുമെന്ന് അവരും തെറ്റിദ്ധരിച്ചു. അപ്പോൾ അവരും ആ തരത്തിൽ ഒരു പിന്തുണ നൽകി. അതുകൊണ്ടാണ് വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുമെന്നൊരു ഭീഷണിയുടെ സ്വരത്തിൽ പോലും സഭാ നേതൃത്വം KCBS പ്രതികരിച്ചിരുന്നത്. അതിനുശേഷം അത് തെറ്റായി പോയി എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സഹനത്തിൻ്റെ എല്ലാ വഴിയും കണ്ടു കഴിഞ്ഞു എന്നുള്ള പ്രതികരണം സഭാ വക്താവ് തന്നെ നമ്മുടെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ നോക്കൂ, ഈ പരിപാടി നന്ദി മോദി എന്നൊരു പരിപാടിയാണ്. എന്തിനാണ് നന്ദി? എന്ത് കാര്യത്തിലാണ് നന്ദി വേണ്ടത്? ഇപ്പോൾ ഈ വഖഫ് ഭേദഗതി കൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മുനമ്പത്തിലെ ജനങ്ങൾക്ക് ആ ഭൂമി തിരിച്ചു കിട്ടും എന്നൊരു വ്യാമോഹം അവർക്കുണ്ടാക്കുന്ന രൂപത്തിലായിരുന്നു BJP നേതാക്കളും പ്രതികരിച്ചിരുന്നത്. പാർലമെന്റിലെ ഉറപ്പും അതായിരുന്നു. പക്ഷേ ഇന്ന് മാധ്യമങ്ങൾ കൃത്യമായി, കൊച്ചിയിലെ മാധ്യമങ്ങളാണ് അത് കൃത്യമായി ചോദിച്ചത്. ആ ചോദ്യത്തിന് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പരിഹാരം സാധ്യമല്ല, കാരണം ഇത് ജനം അവിടുത്തെ നിയമ പോരാട്ടം തുടരേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. നിയമ വഴിയിലൂടെ മാത്രമേ അതിന് പരിഹാരമുള്ളൂ എന്നുള്ളതാണ്. വഖഫ് ട്രൈബ്യൂണലിന്റെ അധികാരത്തിലും ഒരു ഭേദഗതി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ട്രൈബ്യൂണലിനെതിരെ ഹൈക്കോടതിയെ, സുപ്രീം കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ്. നിലവിൽ റിട്ട് സാധ്യതയുണ്ട്, അതൊരു അപ്പീൽ സാധ്യതയായി മാറി എന്നുള്ളതാണ് വലിയ ഒരു കാര്യമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചൊരു നിരാശ തന്നെയാണെന്നുള്ള കാര്യത്തിൽ അവരുടെ പ്രതികരണം വ്യക്തമാണ്. കാരണം അവരെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിൽ അവരെ പോയി രാഷ്ട്രീയ പാർട്ടികൾ കാണുകയും ഉറപ്പുകൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടവർക്ക് കരമടയ്ക്കാൻ കഴിയാത്തതിൻ്റെ വിഷമമാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയും നമുക്കറിയാം ഈ വഖഫ് സംരക്ഷണ സമിതി എങ്ങനെയാണ് കോടതിയിൽ ഇക്കാര്യത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്ന്. ഇന്ന് നോക്കൂ, മുനമ്പം സമരസമിതിയുടെ പ്രതികരണം. ഗുഡ് ന്യൂസ് ആണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അതുണ്ടായില്ല. ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകം മറുപടി അറിയിക്കാം എന്നാണ് അറിയിച്ചത് എന്ന്. നോക്കൂ, നമ്മൾ ഇത്രയും ദിവസവും ഇത്രയും കാലം കെട്ടുന്ന മുനമ്പത്തിലതാ പരിഹാരമായിരിക്കുന്നു എന്ന രൂപത്തിലാണ്. നമുക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇത് എല്ലാം വഖഫ് ഭൂമിയാക്കപ്പെടും എന്നുള്ളൊരു ആശങ്ക വിതർന്ന രീതിയിലുള്ള പ്രചാരണം BJP നടത്തിയിരുന്നു. അപ്പോൾ ആ പ്രചാരണം ഒരു തരത്തിൽ ക്രിസ്ത്യൻ സഭാ സമൂഹത്തെ ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. സഭാ സമൂഹം ആ രൂപത്തിൽ തന്നെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ചർച്ച് ബിൽ വന്നേക്കാം എന്നുള്ള സൂചന. സഭയുടെ സ്വത്തുക്കളുടെ കണക്കെടുക്കേണ്ടതുണ്ട്, അവർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വത്ത്, വഖഫിനല്ല, വഖഫ് ബോർഡിനല്ല എന്ന രൂപത്തിലുള്ള ലേഖനം ഓർഗനൈസറിൽ വന്ന് അത് ഇപ്പോഴേ ഇടേണ്ട ലേഖനമല്ല എന്ന് തിരിച്ചറിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിൻവലിക്കുന്നു. പക്ഷേ പിൻവലിച്ചെങ്കിലും അതിൻ്റെ അപകടം ഇപ്പോൾ സഭാ നേതൃത്വം കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വരാപ്പുഴ ആർച്ച് ബിഷപ്പിനെ കാണാനെത്തി. വരാപ്പുഴ ആർച്ച് ബിഷപ്പ് മറ്റെന്ത് പറയും? പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ അതെന്ത് പറയും? മന്ത്രി വന്നാൽ കടന്നു പോകുമെന്ന് പറയാൻ പറ്റില്ല. അതിൽ അവരുടെ ആശങ്കകൾ പറയുമ്പോൾ 7 ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചു എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത് ക്രൈസ്തവർക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പരാതിയാണ്. അതിന്മേൽ പരിഹാരമുണ്ടാകണമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അവരെ ആശങ്കപ്പെടുത്തുന്നത്. അടുത്തത് ഞങ്ങളാണ് എന്ന തിരിച്ചറിവ് അവർക്ക് വന്നിരിക്കുന്നു. അവിടെ ഇന്നിപ്പോൾ ഞാൻ നടത്തിയ ചർച്ചയിലും സമരസമിതിയുടെ പ്രതിനിധി വരുന്നുണ്ട്. സമരസമിതിയുടെ പ്രതിനിധി കൃത്യമായി പറയുകയാണ്, ഞങ്ങളിൽ മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളിൽ ഹിന്ദുക്കളുണ്ട്, ഞങ്ങളിൽ ക്രൈസ്തവരുണ്ട്, ഞങ്ങളെല്ലാം ഒരുമിച്ച് കഴിയുന്നവരാണ്, ഞങ്ങളെ അങ്ങനെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം അവിടെ കളിച്ചിരുന്നു. നമുക്കറിയാമല്ലോ, സംസ്ഥാന നിയമസഭയിൽ ഒരുമിച്ച് പാസ്സാക്കിയ പ്രമേയം കടലിൽ താഴ്ത്തിക്കൊണ്ടൊരു പ്രകടനമൊക്കെ അവിടെ നടത്തിയിരുന്നു. കടലിൽ കൊണ്ട് താഴ്ത്തും എന്ന സുരേഷ് ഗോപിയാണ് പാർലമെന്റിൽ വലിയ പ്രതികരണമായി നടത്തുന്നത്. ആ പ്രതികരണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അവിടെ ഒരു പ്രതീകാത്മക കടലിലൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ച് മുന്നിൽ കണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച പാവങ്ങളാണ്. അവരിന്ന് പറയുകയാണ്, ഓരോ നേതാക്കളായി വന്നിരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇരിക്കുന്നു, BJPയിലെ മറ്റു നേതാക്കളിരിക്കുന്നു, റിജിജു ഇരിക്കുന്നു. ഇപ്പോൾ ഉണ്ടാകും പ്രതീക്ഷ, ഒരു പ്രഖ്യാപനം എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തിനായിരുന്നു ഈ ഹൈപ്പ് ഉണ്ടാക്കിയത്? ഈ ഹൈപ്പ് ഉണ്ടാക്കുകയാണ്. ഞങ്ങളിതാ വരുന്നു, പരിഹരിക്കാൻ പോകുന്ന ഹൈപ്പ് ഉണ്ടാക്കുന്നു. പക്ഷേ അത് തിരിച്ചറിഞ്ഞു എന്നുള്ള വളരെ വേഗത്തിൽ തന്നെ RSSന്റെ ഭാഗത്ത് നിന്ന് ഒരു തിടുക്കം കണ്ടു. ആ തിടുക്കം ഒരു തിരിച്ചറിവിലേക്ക് സഭയെ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മുനമ്പം വഴി ഒരു വോട്ട് നേടാമെന്നൊരു ലക്ഷ്യം അവിടെയുണ്ട്. അതേസമയം അത് പരിഹരിക്കേണ്ട വിഷയമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് അതിൽ സ്റ്റേ വാങ്ങുന്ന രൂപത്തിൽ ഇപ്പോൾ ഇവിടെ വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നാളെ നോക്കൂ, നാളെ ഇപ്പോൾ ലീഗിൻ്റെ ഒരു മഹാറാലി നടക്കാൻ പോകുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരാണ് ആദ്യം കോടതിയിലേക്ക് പോയത്? സുപ്രീം കോടതിയിലേക്ക്, അതായത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ആദ്യം സുപ്രീം കോടതിയിലേക്ക്
പോയിരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതിനുശേഷം വിവിധ കക്ഷികൾ പോയിട്ടുണ്ട്. ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുകയാണ് UDFിന്റെ ഭാഗമായ മുസ്ലിം ലീഗ് എന്തിന് സുപ്രീം കോടതിയിൽ പോയി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം കുറച്ചുകൂടി രാഷ്ട്രീയം പഠിക്കണമെന്ന് തോന്നുന്നു. അദ്ദേഹം അറിയില്ല ആരൊക്കെയാണ് പോയിട്ടുള്ളതെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ലെന്ന് തോന്നുന്നു. ആദ്യം പോയത് കോൺഗ്രസ് ആണ്, പിന്നെയാണ് ലീഗ് പോയിരിക്കുന്നത്. ലീഗ് വളരെ പിന്നെയാണ് പോയിരിക്കുന്നത്. ലീഗ് നാളെ നടത്താൻ പോകുന്ന മഹാറാലിയിൽ സംസാരിക്കാൻ വരുന്നത് പഞ്ചാബ് PCC പ്രസിഡന്റും ലോക്സഭാംഗവുമായ അമരീന്ദർ സിംഗ് ആണ്. അദ്ദേഹം വളരെ ശക്തമായ പ്രസംഗം അന്ന് ലോക്സഭയിൽ കാഴ്ചവെച്ചിരുന്നു. ആ അതിശക്തമായ പ്രസംഗമായിരുന്നു. പ്രസംഗത്തിന് ചൂട് പിടിച്ച് അദ്ദേഹത്തെയാണ് മുഖ്യാതിഥിയായി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ കേരളത്തിൽ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഒരു നിലപാട് കാണാൻ പോകുന്നു എന്ന രൂപത്തിലാണ് ഞാനിതിനെ കാണുന്നത്. ഇവിടെ പ്രതിപക്ഷമായാലും ഇവിടെ ഭരണപക്ഷമായാലും ഈ കാര്യത്തിൽ എന്താണ് BJPയുടെ ലാക്ക് എന്ന് കൃത്യമായി അറിയുന്നവരാണ്. അതിൽ പ്രതികരണമുണ്ട്. അതേസമയം ഇന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് കേന്ദ്രമന്ത്രിയും പറയും. കാരണം നിയമ പോരാട്ടമല്ലാതെ മറ്റു വഴിയില്ല എന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയുള്ള പ്രതികരണം സ്വാഭാവികമായും ഇവിടെ പ്രതിപക്ഷ നേതാവ് നടത്തുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി വേണ്ടത് പരിഹാരമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ക്ഷമയെല്ലാം നഷ്ടപ്പെട്ട് നിരാശയുടെ പടുകുഴിയിലാണ് എന്നുള്ളതാണ്. Meet the editors.